ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു സ്ട്രോബെറി ജാം ഉണ്ടാക്കിയാലോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ജാം വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ലോക്കൽ സ്റ്റോറിൽ പോയിട്ട് നല്ല ഫ്രഷ് സ്ട്രോബെറീസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒരു ലെമണും കൂടെ വാങ്ങിച്ചിട്ടുണ്ടേ. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ജാമാണ്. ഞാൻ ആകെ ചേർക്കുന്നത് ലെമൺ മാത്രമാണ്, ഇത് കേടാവാതിരിക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു ബാച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ശരിയാവുകയാണെങ്കിൽ പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്തു. ഞാൻ വാങ്ങിച്ച സ്ട്രോബെറി നല്ല മധുരമാണ്. അപ്പം ഞാൻ സ്ട്രോബെറി എല്ലാം കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതൊരു വലിയ ലെമൺ ആയതുകൊണ്ട് ഞാനിതിൻ്റെ ഹാഫ് പാർട്ട് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ജാം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇൻഗ്രീഡിയൻസ് ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. സ്ട്രോബെറിയും പിന്നെ ലെമണും. ഇൻഗ്രീഡിയൻസ് കുറവായതുകൊണ്ട് തന്നെ നല്ല വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറിയിലേക്ക് നമ്മൾ ലെമൺ ഒഴിക്കുന്നു, ആവശ്യത്തിന് ഷുഗർ ഇടുന്നു, മിക്സ് ചെയ്ത് ഒരു 1 അവർ മാറ്റി വയ്ക്കുന്നു. മാറ്റി വയ്ക്കുമ്പം ഷുഗറൊക്കെ മെൽറ്റായിട്ട് സ്ട്രോബെറിയിലേക്ക് അലിഞ്ഞ് ചേരും. അപ്പം എന്നിട്ടാണ് നമ്മൾ പിന്നെ ഇത് നിർത്താതെ കൈയെടുക്കാതെ ഇളക്കി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്തിക്കുന്നത്. ഈ സ്ട്രോബെറി കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് മാറരുത്. ഒരു 20 to 30 മിനിറ്റ്സ് മിനിമം എടുക്കും ഇത്രയും ഒരു സ്ട്രോബെറി നന്നായിട്ട് ആ ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പാർട്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ഫണ്ണാണ് കേട്ടോ വീട്ടിൽ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ജാം ഉണ്ടാക്കുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വിചാരിക്കുമായിരുന്നു, ഇപ്പോൾ സ്ട്രോബെറി ഉണ്ടാക്കി സക്സസ് ആയി, അപ്പോൾ ഇനി വേറെ പല ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ പീച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ലോക്കൽ സ്റ്റോറിൽ നമുക്ക് സ്ട്രോബെറി ജാം വാങ്ങിക്കാനായിട്ട് വളരെ റേറ്റ് കുറവാണ്. $2 $3 കൊടുത്താൽ നമുക്കൊരു ബോട്ടിൽ ജാം കിട്ടും. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിച്ചത് എനിക്ക് $13 ആയിട്ടുണ്ട്. പക്ഷേ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു രസമാണല്ലോ. ഈ ജാം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ട്രോബെറി ഭയങ്കര സ്വീറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഉള്ള ജാമിൻ്റെ അതേ ഒരു ഷുഗറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ഷുഗർ വേണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാനിനി ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സിന് നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ഷുഗർ കുറച്ചിട്ട് ചെയ്യാമെന്ന് ഓർക്കുവാണ്. പിന്നെ ഈ ജാം റെഡി ആയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് നേരത്തെ ചെയ്ത് പരിചയമില്ല, എന്നാലും ഈ ഒരു പതഞ്ഞ് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വുഡൻ സ്പൂൺ വെച്ച് ഇളക്കി നോക്കി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കത് മനസ്സിലാവും. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തത് ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ടിങ്ങനെ ചെരിച്ച് നോക്കിയപ്പം ചെറുതായിട്ടിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പക്ഷേ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടും. വേറെ ജാം തിക്കാവാനൊന്നും നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആകെ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു സ്ട്രോബെറി ജാമിലുള്ളത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് സക്സസ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇതെന്തായാലും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഷുഗർ കുറച്ച് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.